നമസ്കാരം. 2023 അവസാനത്തെ ദിവസമാണ്. ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത് ലോകത്ത് എന്ന് നോക്കാം. ആദ്യം പുതുവർഷത്തെ വരവേറ്റ് ലോകം. ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3:30 പസഫിക് ദ്വീപ നഗരമായ കിരിബാസ് 2024 ഉണർന്നു. തുടർന്ന് 4:30 ന്യൂസിലൻഡിൽ പുതുവത്സരമെത്തി. ഓസ്ട്രേലിയയിലെ സിഡ്നിയിലും പുതുവത്സരമെത്തി. ഇനി ജപ്പാൻ, വടക്കൻ കൊറിയ, ചൈന, മ്യാൻമാർ, ബംഗ്ലാദേശ്, ഇന്ത്യ എന്നിങ്ങനെ ലോക ഭൂപടത്തിന്റെ ഒരു ഭാഗത്തുള്ള രാജ്യങ്ങൾ മൊത്തം 12 മണിയോടെ പുതുവത്സരാഘോഷത്തിലേക്ക് കടക്കും. കേരളത്തിലും സജീവമാണ് വിവിധ മേഖലകൾ. സന്തോഷവും സമാധാനവുമുള്ള ഒരു പുതുവത്സരം പ്രതീക്ഷിച്ച് ജനങ്ങൾ ആഘോഷ മേഖലകളിലേക്ക് ഒഴുകിയെത്തുകയാണ്. ആഘോഷ തിമിർപ്പ്, ലഹരി ഉപയോഗവും അപകടങ്ങളും വരുത്തിവെക്കാതിരിക്കാൻ വലിയ ജാഗ്രതയിലാണ് പോലീസും. വിവിധയിടങ്ങളിൽ നിന്ന് പുതുവത്സര വിശേഷങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ചേരുകയാണ്. ആദ്യം കണ്ണൂരിലെ പയ്യമ്പലം ബീച്ചിൽ നിന്ന് സജോ ദേവസിയാണ് ചേരുന്നത്. സജോ, കണ്ണൂരിന്റെ ഒരു ആഘോഷ മേഖല തന്നെയാണ് പയ്യാമ്പലം ബീച്ച്. അവിടെ ആൾക്കാർ ഒഴുകിയെത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതേസമയം ഈ ആഘോഷങ്ങൾക്കൊപ്പം ഒരു പ്രതിഷേധവും നടക്കുന്നുണ്ടല്ലോ. 2023 അവസാന ഘട്ടത്തിൽ ഒരു പ്രതിഷേധവും 2024 വരവേൽക്കാനുള്ള ആഘോഷവും ഒന്നിച്ച പയ്യാമ്പലത്ത് നടക്കുമ്പോൾ എന്താണ് അവിടെ എന്ന് പറയാനുള്ളത്? ക്രിസ്റ്റിന, ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലാണ്. ഇവിടെ പുതുവത്സരത്തിന്റെ ഭാഗമായി വലിയ തോതിലുള്ള വിപുലമായ ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇടയിൽ മറ്റൊരു പുതുവത്സര ആഘോഷങ്ങൾക്കൊക്കെ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ DJ ഉൾപ്പെടെയുള്ള വിപുലമായ പരിപാടികളൊക്കെ ഒരു വശത്ത് വലിയ ഫെസ്റ്റായി തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ മറുവശത്ത് ഇവിടെ പാപ്പാഞ്ഞിയുടെ മാതൃകയിൽ ഗവർണറുടെ 30 അടി ഉയരത്തിലുള്ള ഒരു കോലം തയ്യാറാക്കി അതിന് തീ കൊളുത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിനാണ് SFI പ്രതിഷേധം തുടർച്ചയാണ്. കോലം ഇവിടെ ആക്കിയിട്ടുണ്ട്. കണ്ണൂർ പയ്യമ്പലം ബീച്ചിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സജോ ദേവസ്യ. പയ്യമ്പലം ബീച്ചിലേക്ക് ഇതുപോലെ ന്യൂ ഇയർ ആഘോഷിക്കാനുള്ളവരുടെ തിരക്കാണ്. ഒരു വശത്ത് ബീച്ചിലേക്ക് ആളുകൾ നിരവധി പേർ കുടുംബസമേതം എത്തുന്നുണ്ട്. സൗഹൃദങ്ങളുടെ ഭാഗമായി സൗഹൃദ കൂട്ടങ്ങൾ അവിടെ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ SFIയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധം കൂടി പയ്യമ്പലം ബീച്ചിൽ നിന്ന് നടക്കുകയാണ്. ഇതിന് 2023 അവസാന ഘട്ടത്തിലെത്തുമ്പോഴുള്ള ഒരു പ്രതിഷേധമാണ്. ഗവർണറുടെ പാപ്പാഞ്ഞിയുടെ രൂപത്തിലുള്ള കോലം അവിടെ കത്തിച്ച് പ്രതിഷേധിക്കാനൊരുങ്ങുകയാണ് SFIക്കാർ. ഒരു വശത്ത് ആഘോഷവും ഒരു വശത്ത് പ്രതിഷേധവും നടക്കുകയാണ് കണ്ണൂരിലെ പയ്യമ്പലം ബീച്ചിൽ. നമുക്ക് മറ്റ് പ്രതിനിധികളിലേക്ക് കൂടി പോകേണ്ടതായിട്ടുണ്ട്. സുഹൈൽ മുഹമ്മദ് ചേരുകയാണ് ചെറായി ബീച്ചിൽ നിന്ന്. സുഹൈൽ മുഹമ്മദ് ചേരുകയാണ് ചെറായി ബീച്ചിൽ നിന്ന്. സുഹൈൽ, ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. അവിടെ ചെറായിൽ നിരവധി പേര് ന്യൂ ഇയർ ആഘോഷങ്ങൾക്കായി എത്തുന്നുണ്ടോ? സാധാരണ വിദേശികളൊക്കെ വരുന്ന ഒരു സമയമാണല്ലോ ഈ സമയത്ത്. അപ്പം ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് വിദേശികൾ വരുന്ന സമയമാണ്. വിദേശികളൊക്കെ അവിടെയുണ്ടോ? എന്താണ് ചെറായിൽ നിന്നുള്ള പുതുവത്സര ആഘോഷ കാഴ്ചകൾ? ക്രിസ്റ്റിന, ഈ പുതുവത്സരമാകുന്നതിന് 5 മണിക്കൂർ മുമ്പ് തന്നെ ഒരു മുൻകൂർ അഡ്വാൻസ് തന്നതുകൊണ്ട് ഞാനും തിരിച്ചു പറയുകയാണ്. നല്ലൊരു പുതുവത്സര ആശംസകളാകട്ടെ. ഈ ദിവസം പറഞ്ഞില്ലെങ്കിൽ സാഹിത്യപരമായ ഒരു ചെറിയ കാര്യം പറയാം. ഈ കടൽ തിരകൾ ഈ തീരം തൊടുന്നത് പോലെ അത്ര വേഗത്തിൽ 2024 പിറക്കും. ഞാനിപ്പോൾ ഉള്ളത് ചെറായിലാണ്. സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, എറണാകുളത്ത് പലയിടങ്ങളിലായാണ് ആഘോഷങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറായിൽ അതുകൊണ്ട് തന്നെ വലിയൊരു കൂട്ടമില്ല. ചെറിയ പക്ഷേ നമ്മൾ വന്നതുപോലെ നമ്മളെ സമീപിച്ച ആളുകളുണ്ട്, നമ്മളോട് സ്നേഹം പ്രകടിപ്പിച്ച ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളാണ് നമ്മൾ പോകുന്നത്. ചേട്ടാ, തൃശ്ശൂരാന്നല്ലേ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? തൃശ്ശൂർ നമ്മൾ കുറെ കണ്ടതാണ്. അപ്പം ചെറായിനെ കുറിച്ച് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് വന്നിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചു. 2024 പോവാണ്. 2023 ചെയ്തു തീർക്കാൻ ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? എന്താ 2024 പ്രതീക്ഷ? എന്താ 2023 ടൂറിസം മേഖല ഒന്നും കൂടിയും ഗംഭീരമായിട്ട്? ചേട്ടന്റെ സ്വന്തം പ്രതീക്ഷ ചേട്ടന്റെ പ്രതീക്ഷ എന്തൊക്കെയാ? ടൂറിസം സർക്കാർ എൻ്റെ വ്യക്തിപരമായിട്ടൊന്നും അങ്ങനത്തെ കുറിച്ച് ചോദിച്ചൊന്നുമില്ല. വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അല്ലാതെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സമാധാനമായിട്ടുള്ള സന്തോഷമായിട്ടുള്ള ഒരു ജീവിതമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ചേട്ടന്റെ ആഗ്രഹം അങ്ങനെയാണ്, പീസ്ഫുൾ ആയി ജീവിതം. ചേച്ചി ഇത് തന്നെയാണ് സമാധാനപരമായ ഒരു എല്ലാവർക്കും എല്ലാവർക്കും നല്ല സമാധാനത്തോടെ ജീവിച്ചു പോകാനുള്ളൊരു കുടുംബമായിട്ട് വന്നിരിക്കുന്നത്. എന്താ പ്രതീക്ഷ?
പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ നമുക്ക് പ്രളയവും കൊറോണയൊക്കെ ആയിട്ട് നമ്മൾ കളഞ്ഞല്ലോ. ഇനി ഇതുപോലെ തന്നെ നല്ല രീതിയിൽ പോകാൻ പറ്റട്ടെ. ഇതാവട്ടെ എന്നല്ല, കണ്ട പാട്ട് പാടും തോന്നുന്നുണ്ടോ? പാടില്ലേ? എന്ത് പാടും? അല്ല, എല്ലാം പാടും. വെറുതെ ഒന്ന് പ്രേക്ഷകർക്ക് ചെറിയ പാട്ട് പാടും. പകലൊളി മായുമ്പോൾ കുളിരല മൂടുമ്പോൾ ചിറകു വീഴും വഴിയിൽ നീ തനിയെ പോകുമ്പോൾ വിങ്ങുമേ രാത്രി തൻ നൊമ്പരം മാറ്റുവാൻ വന്നകലേ നിന്നു നിൽപ്പൂ നീ പുണർന്നൊരി താരകം മനസ്സിൻ മടിയിലെ മാന്തളിരേ മയങ്ങൂ മണിക്കൂരുന്നേ കനവായി മിഴികളെ തഴുകാം ഞാൻ ഉറങ്ങൂ നീ ഉറങ്ങൂ. അപ്പൊ അങ്ങനെയാണ് ഓരോരുത്തർ പാടിയും ഒക്കെ അങ്ങനെ പുതുവത്സരം അവരുടേതായ രീതിയിൽ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. ക്രിസ്tina, ഈ ചേട്ടനെ എടുത്ത് പറയണം, നമ്മൾ വന്ന മുതൽ നമ്മളോട് പറയാൻ 24 സ്ഥിരം പ്രേക്ഷകനാണ്. 24 സ്ഥിരം പ്രേക്ഷകനാണോ? അതെ, ഞങ്ങൾ 24 സ്ഥിരം കാണുന്ന ഒരു പ്രേക്ഷകനാണ്. അപ്പൊ ശ്രീകണ്ഠൻ നായർ സാറിനോട് പ്രത്യേകിച്ച് അന്വേഷണം പറയുകയും ചെയ്യണം. തീർച്ചയായും പറയാം. എന്താ 2024 പ്രതീക്ഷ എന്തൊക്കെയാണ്? 2024 പ്രതീക്ഷ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് ശാന്തിയും സമാധാനമാണ്. നമുക്ക് ഏറ്റവും ആവശ്യം, അത് നമുക്ക് കിട്ടണം. ക്രിസ്tina, ഈ ശാന്തി പറയുന്നത് എന്തായാലും എല്ലാവരും 2024 ശാന്തിയും സമാധാനവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പശ്ചിമേഷ്യയിലും മധ്യേഷ്യയിലും യുക്രൈനിലും ഒക്കെ അടക്കം സമാധാനത്തിന് ഹാനി സംഭവിക്കുമ്പോൾ സമാധാനമായി രാവിലെ ഉണർന്ന് സമാധാനമായി രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്ന ഒരു 2024 ലോകത്തെല്ലായിടത്തും സാധ്യമാകട്ടെ എന്ന ഒരു പ്രതീക്ഷയിലാണ് നമ്മളും. സുഹൈൽ മുഹമ്മദാണ് ചെറായി ബീച്ചിൽ നിന്ന് ചേർന്നത്. അവിടെ പാട്ടും ഡാൻസും ആഘോഷവും ഒക്കെ ആയിട്ട് നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത പ്രതിനിധിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിലാണ് നമ്മുടെ അജീഷ് ഉണ്ട്. അജീഷ്, ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞാൽ ഫോർട്ട് കൊച്ചി ഇല്ലാതെ കൊച്ചിക്ക് ന്യൂ ഇയർ ആഘോഷമില്ല. ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതൊക്കെ അങ്ങനെ ഒരു ആഘോഷമുള്ളതായിരുന്നു. ഇത്തവണ ചില പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത്, എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പഴയതെല്ലാം നമ്മൾ മറക്കുന്നു. 2023 അല്ലെ പഴയ വർഷം മുഴുവൻ മറന്നതിന് ശേഷം ഒരു പുതിയ വർഷത്തിലേക്ക് പുതിയ തീരുമാനങ്ങളിലേക്ക് നന്മകളിലേക്ക് നമ്മൾ പോകുന്നു. പഴയതിൻ്റെ തിന്മയെ മുഴുവൻ നമ്മൾ കത്തിച്ച് കളയുന്നു. അതാണ് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത്. നമുക്ക് അജീഷിലേക്ക് പോകാം. അജീഷ്, ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് വൺസ് അഗെയിൻ. ഈ ഫോർട്ട് കൊച്ചിയിലെ ആ ആഘോഷത്തിൻ്റെ ഒരു തിമിർപ്പുണ്ടല്ലോ, അതെങ്ങനെയാണ്? ക്രിസ്റ്റീന, ഈ ഛോട്ടാ മുംബൈ എന്നൊരു സിനിമയിൽ ഒരു പാട്ടുണ്ട്. അതായത് ആ പാട്ടിലെ വരികൾ എങ്ങനെയാണ്? കൊച്ചിയിലെ മച്ചുടനെ കച്ചമുറുക്ക്, തപ്പുകളും തകലുകളും പൊരുതി മുഴക്ക്. ആ പാട്ടിന്റെ വരികൾ അനർത്ഥമാക്കുന്ന നിമിഷങ്ങളാണ് ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനത്തിൽ. ഇവിടെ ഈ മൈതാനത്തിന്റെ ഒരു വശത്ത് തപ്പും തകലും മിനുക്കിക്കൊണ്ട് DJ തുടങ്ങിയിട്ടുണ്ട്. ഇനി അല്പസമയം ഒരു 5 മണിക്കൂറുണ്ട് പാപ്പാഞ്ഞിയെ കത്തിക്കാൻ. പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ ആ ചെറുപ്പക്കാരികളെല്ലാം കൂടെ ചേർന്ന് കൊച്ചിയെ കത്തിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെ ഒരു വൈബാണ് മൊത്തത്തിൽ ഇവിടെ. എങ്ങനെ നിങ്ങൾ എവിടെ വരുന്നത്? തൃശ്ശൂര് മൊത്തം അടിപൊളി വൈബല്ലേ അങ്ങനെ കൊച്ചി? തൃശ്ശൂരിന് ആനപ്പൂരാണെങ്കിൽ കൊച്ചിക്കാർക്ക് ന്യൂ ഇയർ ഇവിടെ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എങ്ങനെയുണ്ട് മൊത്തത്തില്? അങ്ങോട്ട് നോക്കി നോക്കിപ്പോ ഈ പാട്ടിന് നിങ്ങൾ ഒരു ചൂടാവുന്നില്ല, ഒരു ഉഷാറാവുന്നില്ല, എന്തോ സൗണ്ട് കുറവുണ്ടോ ഡൗട്ട്? സൗണ്ട് കുറവുണ്ടെന്നോ? ഞങ്ങൾക്ക് കുറച്ചുകൂടി സൗണ്ട് വേണം. ഇനിയും വേണം. അത് കുറച്ചുകൂടെ കഴിയുമ്പോ കുറച്ചുകൂടെ ഒന്ന് മൂക്കും. അപ്പൊ അങ്ങനെയാണ്. അതായത് ഈ പരേഡ് ഗ്രൗണ്ടിൽ 10,000-കണക്കിന് ആളുകൾ ഇപ്പോൾ പരേഡ് ഗ്രൗണ്ടിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ തോന്നുന്നു. പരേഡ് ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് ഈ പേപ്പർ കഷണങ്ങൾ ഇങ്ങനെ പറന്ന് നടക്കുകയാണ് ആകാശത്തു കൂടി. അതിനിടയിൽ വർണ്ണങ്ങൾ വീശിക്കൊണ്ട് ഇതിനിടയിൽ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്നവരുണ്ട്, ആകാശത്തേക്ക് കൈ ഉയർത്തി ആഘോഷിക്കുന്നവരുണ്ട്, മൊബൈലുകളിൽ ഈ DJ-യുടെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നവരുണ്ട്, ഈ പാട്ടിനൊത്ത് താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്നവരുണ്ട്. അങ്ങനെ കൊച്ചി മൊത്തത്തിൽ ഭയങ്കര കളറാണ്, ഭയങ്കര വൈബാണ്. ഇപ്പൊ നമുക്ക് ഈ ഓരോരുത്തരുടെ കൂടി ആഘോഷങ്ങളിലും കൂടി പങ്കെടുക്കാൻ തോന്നുന്നു. നിങ്ങൾ എവിടുന്നാ വരുന്നത്? പെരുമ്പാവൂര്. ആദ്യമായിട്ടാണോ കാർണിവലിന് വരുന്നത്? എങ്ങനെയുണ്ട് മൊത്തത്തില്? അടിപൊളിയാണ്. ഒറ്റയ്ക്കാണ്? ഫാമിലി ഉണ്ടോ? ഫാമിലി ഉണ്ട്, പിള്ളേരൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ഈ ഒരു DJ ഡാൻസ് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് ആദ്യമായിട്ട് കാണാൻ പോകുന്നത് എങ്ങനെയൊന്നും? അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്.
അപ്പൊ അതാണ് ക്രിസ്റ്റീന. ഈ ആളുകൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഈ ഭൂരിഭാഗം ആളുകളും ഈ പാപ്പാജിയെ കത്തിക്കുന്ന ഈ ദൃശ്യം കാണാൻ. മറ്റൊരു ചേട്ടാ എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ ചേട്ടാ? എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണോ പാപ്പാജിയെ കത്തിക്കാൻ ഫോർട്ട് കൊച്ചിയിൽ എത്തുന്നത്? ഇന്ന് കത്തിക്കല്ലേ, നമ്മള് കത്തിക്കല്ലേ, തകർക്ക് ഉഷാറാക്കുക. അതേപോലെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ ആളുകൾ. ചേട്ടാ കിടിലൻ ഡാൻസ് ആണല്ലോ. എങ്ങനെയുണ്ട് മൊത്തത്തിൽ? ഹാപ്പി ന്യൂ ഇയർ! ഹാപ്പി ന്യൂ ഇയർ! പാപ്പാഞ്ഞിയെ കത്തിക്കാൻ 12 മണി വരെ സമയമുണ്ട്. 12 മണി പവർഫുൾ ആണ് നമ്മൾ പിള്ളേരും. അതിനു മുമ്പ് നമ്മൾ പവർഫുൾ ആവും. ഓക്കെ, പവർ വരട്ടെ. പവർ പവർ പവർ. അപ്പൊ ഇതാണ് ഫോർട്ട് കൊച്ചിയുടെ മൊത്തത്തിലുള്ള ഒരു വൈബികരാണ്. ആളുകൾ പറന്നു കിടക്കണം. ഹായ് ബ്രോ, എവിടുന്നാ വരുന്നത്? ഓക്കെ ഓക്കെ. അപ്പൊ ഇങ്ങനെ ഹലോ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എവിടുന്നാ വരുന്നത്? ഞങ്ങൾ പത്തനംതിട്ട. പത്തനംതിട്ടയിൽ ആഘോഷങ്ങൾ പൊതുവെ കുറവാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് വരാൻ തീരുമാനിച്ചത്. കൊച്ചിൻ കാർണിവൽ അത്ര ഫേമസ് അല്ലേ? അതെ, ആദ്യമായിട്ടാണ് വരുന്നത്? അല്ല, കഴിഞ്ഞ വർഷം വന്നിരുന്നു. അതിന്റെ ആ ഒരു ആവർത്തനം വീണ്ടും കഴിഞ്ഞ വർഷം കിടിലമായിരുന്നു, അതിനേക്കാൾ കിടിലമാക്കാനാണ് വരുന്നത്. ഒറ്റയ്ക്കാണോ, ഫാമിലി ആയിട്ടാണോ, ഫ്രണ്ട്സ് ആയിട്ടാണോ? ഫ്രണ്ട്സ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെ ചേട്ടാ? ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള ആഘോഷം, വൈബൊക്കെ? അടിപൊളി അടിപൊളി. 2024 പുതിയ പ്രതിജ്ഞ വല്ലതും എടുക്കുന്നുണ്ടോ? ഇല്ല. വൈഫിനെ നോക്കുവാണ്. ചേച്ചി എന്തെങ്കിലും പ്രതിജ്ഞ എടുപ്പിക്കുന്നുണ്ടോ ചേട്ടനെ കൊണ്ട്? ഈ വർഷം നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണം. അപ്പൊ 2023 ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ്? ഉണ്ടായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളായിരുന്നു. 2024 നന്നായിരിക്കട്ടെ എന്നുള്ളൊരു ഇതുണ്ട്. അതാണ്, എന്തായാലും ഗംഭീരായിരിക്കട്ടെ 2024. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഇതാണ് ഒരുപാട് പേര് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ ആയിട്ടാണ് ഈ 2023 ടാറ്റ പറഞ്ഞയക്കാനായി ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുന്നത്. അതാ അത് അങ്ങനെ ഈ പ്രേക്ഷകര്. ഹായ് ബ്രോ, ഹാപ്പി ന്യൂ ഇയർ. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. എവിടുന്നാ? ആദ്യമായിട്ടാണോ ഫോർട്ട് കൊച്ചിയിൽ കാർണിവലിനെ? അല്ല, 2 വർഷമായി. അങ്ങനെ പൊളിക്കുകയല്ലേ, കത്തിക്കുകയല്ലേ? പിന്നെ പൊളിച്ചെടുക്കും. പവർ വന്നില്ല. പാട്ടെന്ത് പാട്ടിട്ട് നിങ്ങൾക്കൊരു പാട്ട് പാടാറിയോ? എല്ലാം ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ആ മൊത്തത്തിൽ കത്തിക്കുന്നതിന് മുമ്പ് അതിന് വെള്ളം ഒഴിച്ച് കെടുത്തരുത്. അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പം ഈ ആളുകളുടെ ഒരു എക്സൈറ്റ്മെന്റ് ഇങ്ങനെയാണ്. കാരണം ഭൂരിഭാഗം പേരും ആദ്യമായിട്ട് വരുന്നു. ചിലരൊക്കെ കഴിഞ്ഞ വർഷം വന്ന് അതിന്റെ വീണ്ടും ഒരു തുടർച്ചയെന്നോണം വീണ്ടും ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുന്നു. 10,000-കണക്കിന് ആളുകൾ പരേഡ് ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒത്തുകൂടി ഫോർട്ട് കൊച്ചിയിൽ കാർണിവൽ ആഘോഷിക്കുന്നു. 2024 വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പോലീസ് അടക്കം ഇവിടുത്തെ കമ്മിറ്റിക്കാരടക്കം ഒരുക്കിയിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ 5 മണിക്കൂറിന് ശേഷം 2024 വരവേൽക്കും. ഈ കഴിഞ്ഞ വർഷത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊന്നും ഇക്കൊല്ലം സംഭവിക്കാതിരിക്കാൻ പോലീസും വേണ്ട മുൻകരുതൽ എടുത്തിട്ടുണ്ട്. 4-5 ബ്ലോക്കുകളായി തിരിച്ചാണ് ഈ പരേഡ് ഗ്രൗണ്ടിൽ ആളുകളെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ഒരു അപകട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾക്ക് ഓരോ ഭാഗത്തുകൂടെയും പുറത്തു പോകാനുള്ള അവസരമുണ്ടാകും. അങ്ങനത്തെ രീതിയിലാണ് ഇവിടെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഹായ്, ഹാപ്പി ന്യൂ ഇയർ. എവിടുന്നാ വരുന്നേ? ഞാൻ കോട്ടയം. കോട്ടയത്ത്. ആദ്യമായിട്ടാണോ കാർണിവലിൽ വരുന്നത്? അല്ല, കഴിഞ്ഞ വർഷം വന്നിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ വീണ്ടും വരാൻ തീരുമാനിച്ചത്. ഇവിടെ വന്നാൽ ഒരു ഉഷാറുള്ള അല്ലേ? കോട്ടയത്ത് എങ്ങനെ ആഘോഷങ്ങളൊന്നും ഇല്ലേ ന്യൂ ഇയറിന്? കൊച്ചിയിലല്ലേ ആഘോഷം. കൊച്ചി സാധാരണ കത്തിക്കാറാണ് പതിവ്. കല്ലൂർ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇങ്ങനെ ഹായ്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അജീഷാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഹാപ്പി ന്യൂ ഇയർ വരവേൽക്കാൻ എത്തിയിരിക്കുന്ന ആൾക്കാരുടെ വിശേഷങ്ങൾ പറഞ്ഞത്. നമ്മൾ അജീഷ് പറഞ്ഞ പോലെ ഛോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമയിലെ വാസ്കോ ഡ ഗാമ എന്ന് പറയുന്ന പാട്ടിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേ ആവേശ തിമിർപ്പ് തന്നെയാണ് ഫോർട്ട് കൊച്ചിയിൽ ഇപ്പോഴുള്ളത്. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് അജീഷാണ്. നിരവധി പ്രേക്ഷകർ നമുക്ക് ഹാപ്പി ന്യൂ ഇയർ പറയുന്നുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇനി കോവളം ബീച്ചിൽ നിന്ന് അല്ലമീൻ കൂടി ചേരുകയാണ്. അല്ലമീൻ, നമ്മുടെ തലസ്ഥാന നഗരിയുടെ ഒരു പുതുവത്സരം, ക്രിസ്മസ് എല്ലാ ആഘോഷങ്ങളുടെയും ഒരു സ്പന്ദനമായി മാറുന്ന സ്ഥലമാണല്ലോ കോവളം ബീച്ച് എന്ന് പറയുന്നത്. കോവളം ബീച്ചിൽ നിന്നുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്? സാധാരണ വിദേശികൾ ഒരുപാട് വരുന്ന ഒരു സ്ഥലമാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മുടെ 24-ന് വിദേശികളുടെ ആശംസയുണ്ടോ? അല്ലമീൻ, വിശേഷങ്ങൾ പറയൂ.
ക്രിസ്റ്റീന, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. കോവളത്ത് ഒരു ഭാഗത്ത് ഇങ്ങനെ തിരയടിച്ചു കയറുകയാണ്, തൊട്ടപ്പുറത്ത് ആവേശത്തിര അല്ലെങ്കിൽ ആഘോഷ ലഹരി അത് തിരയടിച്ചു കയറുന്ന കാഴ്ച കൂടി കോവളത്തിന്റെ ഓരോ ഭാഗത്തും കാണാം. ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കുറേശ്ശെ. കാരണം വിശാലമായ ഒരു ബീച്ചാണ്. പലരും കുടുംബസമേതം സുഹൃത്തുക്കളോടൊപ്പമൊക്കെ എത്തി പലയിടങ്ങളിലായി ഇങ്ങനെ തമ്പടിച്ചിട്ടുണ്ട്. ആഘോഷത്തിന്റെ ഒരു വൈബിലേക്ക് അല്പസമയത്തിനകം കോവളം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കുറച്ചുകൂടി കഴിഞ്ഞാൽ കോവളത്ത് ഈ തിരയിളക്കം എന്ന് പറയുന്നത് കടൽ തിരമാലകളെ നാണിപ്പിക്കും വിധമുള്ള ഒരു ആവേശ തിരയിളക്കം കോവളത്ത് പ്രകടമാകും. സാധാരണ എല്ലാ തവണയും കോവളം ബീച്ചിലാണ് പ്രധാനമായുള്ള ആഘോഷ പരിപാടികളൊക്കെ നടക്കുന്നത്. എന്ന് മാത്രമല്ല, തലസ്ഥാന നഗരത്തിൽ ഏതാണ്ട് 50ഓളം കേന്ദ്രങ്ങളിൽ പലതരത്തിലുള്ള ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും അതിന്റെ ഭാഗമായും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വകാര്യ ഹോട്ടലുകളുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള DJ പരിപാടിയൊക്കെ ഉൾപ്പെടുത്തി വലിയ രീതിയിലാണ് 2014-നെ സ്വീകരിക്കാനും വരവേൽക്കാനും അതുപോലെ 2013-നെ യാത്രയാക്കാനും ഒക്കെ തന്നെ മലയാളികൾ തലസ്ഥാനത്ത് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ പല കേന്ദ്രങ്ങളിലായി ഇങ്ങനെ സംഘടിച്ചുകൊണ്ട് വരികയും ചെയ്യുന്നുണ്ട്. ചേട്ടാ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എങ്ങനെയുണ്ട് ആഘോഷ പരിപാടികൾ തുടങ്ങി? സൂപ്പർ സൂപ്പർ കോവളത്ത് വൈബ് എങ്ങനെയുണ്ട്? സൂപ്പർ. നന്നായിട്ടുണ്ട്, പൊളിയാണ്. കോവളത്താണ് ആഘോഷമൊക്കെ? രാവിലെ രാത്രി വരെ കാണും. ചേച്ചി എങ്ങനെ സാധാരണ വരാറുണ്ടോ, ആദ്യമായിട്ട് വരുവാണോ? നമ്മൾ നോർമലി വരാറുണ്ട്. വൈബും ഒരു ആഘോഷത്തിന്റെ നിറമൊക്കെ എങ്ങനെയുണ്ട്? നല്ല തിരക്കുണ്ട്. സൂപ്പറാണ് ഈ പ്രശ്നം, നല്ല തിരക്കാണ്. 2014 വരവരുടെ പോകുന്നത്. അതെ അതെ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. പറഞ്ഞോ. അടിപൊളി. പേരെന്താ? ഓക്കെ. ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ കുട്ടികളും മുതിർന്നവരും ഒക്കെ ആയിട്ട് വലിയ രീതിയിൽ ആളുകളേക്ക് വരുന്നുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ക്രിസ്റ്റീന ഇവിടെ നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു കാഴ്ചയായിരിക്കില്ല. ഇപ്പോൾ തന്നെ ചെണ്ടമേളങ്ങളും വാദ്യമേളങ്ങളുടെ ഒക്കെ അകമ്പടി നമുക്കിവിടെ കാണുകയും ചെയ്യാം. പലതരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അതുപോലെ തന്നെ ആരെങ്കിലും ഒക്കെ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത വർഷം 2024 ഞങ്ങൾ ഇങ്ങനെയല്ല, കുറച്ചുകൂടെ നല്ല മനുഷ്യരായി മാറും, ബെറ്റർ ഹ്യൂമൻ ബീങ്സ് ആയി മാറും എന്നൊക്കെ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് 24-ലൂടെ തന്നെ പറയിപ്പിച്ചാലോ. ലോകം എന്തായാലും പുതുവത്സര ആഘോഷ തിമിർപ്പിലാണ്. ഇന്ത്യൻ സമയം ഉച്ച കഴിഞ്ഞ് 3:30 കിരിബാത്തി ഐലൻഡിലെ കിരിബാസ് നഗരത്തിൽ ന്യൂ ഇയർ ആദ്യമെത്തി. അതിനുശേഷം ന്യൂസിലൻഡിലെത്തി, ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെത്തി. ന്യൂ ഇയർ ഇങ്ങനെ പരന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ജപ്പാൻ, വടക്കൻ കൊറിയ, ബംഗ്ലാദേശ്, മ്യാൻമാർ, നേപ്പാൾ, ഇന്ത്യ, അങ്ങനെ 12 മണിക്കകം ലോക ഭൂപടത്തിന്റെ ഒരു ഭാഗത്തെ രാജ്യങ്ങൾ മുഴുവൻ പുതുവത്സരം ആഘോഷിച്ചു കഴിയും. അത് കഴിഞ്ഞ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളും പുതുവത്സരം ആഘോഷിക്കും. നമ്മളും പുതുവത്സര ആഘോഷ തിമിർപ്പിലാണ്. കോവളം ബീച്ചിൽ നിന്ന് ചേരുന്നത് അല്ലമീനാണ്. അമീൻ, നമ്മളുടെ പ്രേക്ഷകര് അതുപോലെ തന്നെ നിരവധി പേര് പല സ്ഥലങ്ങളിൽ നിന്നാണ് കോവളം ബീച്ചിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു എന്തെങ്കിലും ഒരു പുതുവത്സര പ്രതിജ്ഞ ഉണ്ടെങ്കിൽ അവർക്കത് 24-ലൂടെ ഉറച്ചു പറയാം. കാരണം നാളെ ഇത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റുമല്ലോ. അമീനിലേക്ക്. നമുക്കത് ചോദിക്കാം. ഇപ്പോൾ ഇവിടെ ആട്ടവും പാട്ടും നൃത്തച്ചുവടുകളും ഒക്കെ ആയിട്ട് ആളുകൾ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ആഘോഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. വിദേശികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു വിദേശി ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ ഒരു പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. ഹായ്, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. Happy New Year. Where are you from? Oxford. Australia. Your name? Alex. Any resolution you have taken? Any what, sorry? Friends. Where's he gone? Where's Roger gone? Friend. Meeting friends there. Just having a nice time on holiday. First time in Kerala or? 2 weeks. നല്ല ആഘോഷം, അടിപൊളിയായിട്ട് പോകുന്നു. കറക്റ്റാണ്. നമ്മൾക്ക് വന്നപ്പോൾ പോലെ ഒരു ചേച്ചി ആടി തകർത്തോണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ആഘോഷം തുടങ്ങിയപ്പോഴേ? മലയാളം അറിയില്ല. അറിയില്ല. എവിടെ നിന്ന് വരുന്നത്? I am from Bangalore. Yeah. I don't know, to be fit. That's it. Enjoy. Yeah, fine. Enjoy. ക്രിസ്റ്റീന, അങ്ങനെ പലതരത്തിലുള്ള പ്രതിജ്ഞകളുണ്ട്, പലതരത്തിലുള്ള ഇടയ്ക്ക് ഒരു കാര്യം അമീനെ തിരുത്താനുണ്ട്. നമ്മുടെ രാമചന്ദ്രൻ വട്ടേക്കാട്ടിൽ പറയുന്നത് മിസ്റ്റർ അമീൻ പറഞ്ഞത് 2014 എന്നാണ്, 2024 എന്ന് തിരുത്തണം ക്രിസ്റ്റീന എന്ന് തിരുത്തിയിരിക്കുന്നു. അമീൻ അത് തിരുത്തിയൊന്ന് പറഞ്ഞേക്കാം. ഓക്കെ നമ്മളെ ആർക്കും പറ്റും, ക്ഷമിക്കണം. ഏതായിരുന്നാലും അങ്ങനെ ഒരു ആഘോഷത്തിലേക്ക് വരുന്നുണ്ട് ക്രിസ്റ്റീന. കോവളം ബീച്ചിൽ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൊച്ചു കുട്ടികളൊക്കെ കൊണ്ട് കുടുംബസമേതമൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മോളു ഹായ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ. ഹാപ്പി ന്യൂ ഇയർ.
ആശ്ചര്യത്തോടു കൂടി നോക്കുകയാണ്. അങ്ങനെ പലതരത്തിലുള്ള കൗതുക കാഴ്ചകൾ നമുക്ക് കാണാം. ക്രിസ്റ്റീന, പലയിടത്തും DJ പരിപാടിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വിദേശികളത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്, കേരളത്തിന് പുറത്തുനിന്നുള്ള മറ്റും ഇന്ത്യയിലായാലും സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ കോവളത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി കഴിയണം കോവളം ഒരു പൂർണ്ണ അർത്ഥത്തിൽ ഒരു വൈബിലേക്ക്, ഒരു ഓളത്തിലേക്ക്, ഒരു ആഘോഷ നിറവിലേക്ക് എത്തുന്നതിന് കുറച്ചുകൂടി സമയമെടുക്കും. കാരണം ഈ വിദേശികൾ ഉൾപ്പെടെയുള്ളവർ പലരും ഈ റിസോർട്ടുകളിലൊക്കെ റൂം എടുത്തിരിക്കുകയാണ്. ഒരു ആഘോഷത്തിന് സമയമാകുമ്പോഴായിരിക്കും അവരൊക്കെ ഇവിടേക്ക് എത്തുന്നത്. നമ്മളെ ഹാപ്പി ന്യൂ ഇയർ. എവിടുന്നാ? പേരെന്താ? 7 जनवरी नाम क्या? यमन ईशा श्री दाक्षायणी. थैंक यू. ക്രിസ്ത്യൻ ഇതുപോലെ മലയാളികൾ മാത്രമല്ല നിരവധി ആളുകൾ. കോവളമാണ് ഈ ഒരു ആഘോഷത്തിന്റെ കേന്ദ്രം ആണ് കോവളം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു മീൻ കച്ചവടം കൂടി കാണാം നമുക്ക്. കോവളത്ത് ഫ്രഷ് മീനും കൂടിയും ഇതിനിടയിൽ വിൽക്കുന്നുണ്ട്. ന്യൂ ഇയർ ആഘോഷിക്കാൻ വരുന്നവർക്ക് ഒരു പക്ഷേ ഈ മീനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നാളെ പോയിട്ട് പുതുവർഷത്തിൽ നല്ല ഫ്രഷ് മീനൊക്കെ കഴിച്ച് പുതുവർഷം ആഘോഷിക്കാം. അതിനുള്ള സംവിധാനങ്ങളൊക്കെ കോവളത്ത് ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കൗതുക കാഴ്ചകളാണ് കോവളത്തിന്റെ ഓരോ മുക്കുമൂലകളെയും നമുക്ക് കാണാനാകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തലസ്ഥാനത്ത് 50ഓളം കേന്ദ്രങ്ങളിലാണ് ഇങ്ങനെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വലിയ തരത്തിലുള്ള പോലീസിന്റെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കോവളത്ത് തിരുവനന്തപുരം DCPയുടെയും അതുപോലെ തന്നെ ഫോർട്ട് AC-യുടെയും ഒക്കെ നേതൃത്വത്തിൽ 300-ലധികം പോലീസുകാരാണ് കോവളത്ത് മാത്രം വിന്യസിച്ചിട്ടുള്ളത്. ജില്ലയിലാകെ ഏതാണ്ട് 1500-ലധികം പോലീസുകാർ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയും എത്തുകയും ചെയ്തിട്ടുണ്ട്. വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങളും ക്രമീകരണങ്ങളും വിശദാംശങ്ങൾ നൽകിയത് അല്ലമീൻ ആണ്. അമീൻ, എന്തായാലും നമ്മുടെ വിശാല ഹൃദയരായ പ്രേക്ഷകർ അമീനോട് നാവ് പിഴ സംഭവിച്ചതിൽ ക്ഷമിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ 2013-ലായിരിക്കും അമീൻ ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കാം 2014 എന്നൊക്കെ പറയുന്ന പ്രേക്ഷകരുണ്ട്. നിരവധി പ്രേക്ഷകർ ഹാപ്പി ന്യൂ ഇയർ പറയുന്നുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ന്യൂ ഇയർ. കോവളം ബീച്ചിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് അല്ലമീനാണ്. വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടി ചെറായി ബീച്ചിലേക്ക് പോകാൻ വേണ്ടി സുഹൈൽ മുഹമ്മദ് ഉണ്ട്. സുഹൈൽ, ചെറായിലെ ആഘോഷങ്ങൾ എങ്ങനെ പോകുന്നു? ഇനി ചോദിക്കുന്നവരോട് അവർക്ക് ന്യൂ ഇയറിന് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, നല്ല തീരുമാനങ്ങൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരത് 24-ലൂടെ പറയട്ടെ. നമുക്ക് ആ തീരുമാനങ്ങളിലേക്ക് കൂടെ പോവാം. സുഹൈലിലേക്ക്. തീർച്ചയായും ക്രിസ്റ്റീന, അവരുടെ റെസൊല്യൂഷനൊക്കെ നമുക്ക് പോവാം. ഈ ചെറയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു യൂത്തന്മാർ മുഴുവൻ കാർണിവലിലേക്ക് പോയെന്ന് തോന്നുന്നു. ചെറയിൽ അങ്ങനെ വലിയൊരു ജനക്കൂട്ടമില്ല, പക്ഷെ ഉള്ള ഒരു നല്ല വൈബിലാണ്. നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് നമ്മൾ വന്ന മുതൽ 2020 ഒരു അവസാനത്തെ ആഗ്രഹം പറഞ്ഞ ഒരാളുടെ അവരുടെ 2020 അവസാനത്തെ ആഗ്രഹം ഒരു പാട്ട് പാടുക എന്നുള്ളതാണ്. അതിനൊരു അവസരം കൊടുക്കുകയാണ് ക്രിസ്റ്റീന. പാടിക്കോ. പറയാതെ പറയുന്ന കടുങ്കാപ്പി മിഴിയുള്ള കരളെ നിൻ കനവുണ്ടൻ കണ്ണിൽ. പറയാതെ പറയുന്ന കടുങ്കാപ്പി മിഴിയുള്ള കരളെ നിൻ കനവുണ്ടൻ കണ്ണിൽ. കടലോളം സ്നേഹം ഉള്ളിനുള്ളിലുണ്ട് പറയാനായി. പലതും കാത്തുവെച്ചതെല്ലാം നിന്റെ കടുങ്കാപ്പി മിഴിയൊന്നു കാണാൻ. ഞാനും വാ കടലിന്റെ കടവത്തു കാത്തു. വേറെന്താ? അഞ്ചൽ. എന്താ 2024 ഒരു പ്ലാൻ എന്താ? 2023 പോലെ തന്നെ 2024 മതിയോ? എന്താ പ്ലാൻ? നന്നായി പഠിക്കണം, അങ്ങനത്തെ പ്ലാൻ ഉണ്ടോ? പഠിക്കണം, അടിച്ചു പൊളിക്കണം. അടിച്ചു പൊളിക്കണം, അതാണ് ക്രിസ്റ്റീന. പഠിക്കണം, അടിച്ചു പൊളിക്കണം, അത് തന്നെയാണ് എല്ലാ ജനങ്ങളും. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, അടിച്ചു പൊളിക്കേണ്ട സമയത്ത് അടിച്ചു പൊളിക്കണം. എന്താ 2024 റെസൊല്യൂഷൻ എന്താണ്? നമ്മുടെ അതെ 2000 റെസൊല്യൂഷൻ പറയാം. നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണോ അതൊക്കെ നടപ്പിലാക്കണം. ഒരുപാട് ഞാൻ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണോ അത് ഈ വർഷം നടക്കാത്തത് അടുത്ത വർഷം നടത്തണം. യാത്രാ വീഡിയോസുകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ എന്താ പറയുന്ന ചെറായി ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ളതാണ്. ചെറായി ബീച്ചിലെ ടൂറിസം മേളൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ പ്രോഗ്രാം എടുക്കേണ്ട ഒരു വരിയുണ്ട്. കഴിഞ്ഞ തവണ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അത് ഈ വർഷം പൂർത്തിയാക്കുന്നതാണ്. ന്യൂ ഇയറിന് വന്നോണേ കേട്ടാ. ഓടരുത് കേട്ടാ. പേരെന്താ? പേര് പറഞ്ഞു. ഷിതു. ന്യൂ ഇയർ പരിപാടിക്ക് വന്നാണോ? അതെ. എന്താ ഈ 2023 ചെയ്യാൻ പറ്റാത്ത 2024 ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യം എന്താ? ആഗ്രഹം ഞാനെന്ത് പറയാൻ പെട്ടെന്ന് വെച്ചാൽ എന്ത് പറയാണ്? 2024 എന്ത് പ്ലാൻ ഉണ്ടോ? എന്തെങ്കിലും പ്രതിജ്ഞ ഉണ്ടോ? എന്തെങ്കിലും ഒഴിവാക്കും അല്ലെങ്കിൽ ഈ വർഷം ഇത് തുടങ്ങും, അങ്ങനെ എന്തെങ്കിലും റെസൊല്യൂഷൻ ഉണ്ടോ? ക്രിസ്റ്റീന, ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിജ്ഞ ചേട്ടന്റെ മുഖം ഒന്ന് ഓർത്തു വെക്കണം. പേര് ഷിജു. ഈ വർഷത്തോടെ മദ്യപാനം നിർത്തുന്നതാണ് പറഞ്ഞത്. ചേട്ടന്റെ ചേച്ചിയാണ്. ഇത് വിശ്വസിക്കുന്നുണ്ടോ? 2024 മദ്യപാനം നിർത്തുന്നു പറയുന്നു ഉണ്ടോ? ചേച്ചിക്ക് ഇതിൽ ഉൾക്കൊള്ളാനായിട്ടില്ല. ഓർത്തു വെക്കണം.
ആള് കഴിക്കാറില്ല, പിന്നെ പറയണ്ടാറില്ലല്ലോ. കഴിക്കാതെയാണ് മദ്യപാനം നിർത്തുന്നു പറഞ്ഞത്. അപ്പൊ ചേച്ചി അറിയാതെ കഴിക്കാറുണ്ടെന്ന് തോന്നുന്നു. 2024 മദ്യപാനം നിർത്താൻ ചേച്ചിയോടും പറയുന്നത്. അങ്ങനെ ഈ ഞാൻ പറഞ്ഞതുപോലെ കൊച്ചിയിൽ കേന്ദ്രീകൃതമായാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. നമ്മളിപ്പോൾ ചെറായിലാണ് ഉള്ളത്. കൊച്ചിൻ കാർണിവൽ, ഫോർട്ട് കൊച്ചി, അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വലിയൊരു തിരക്കൂട്ടില്ല. ചേട്ടാ തിരക്കിലാണോ? എന്താണ് 2024 പ്ലാൻ? എന്താ പ്രത്യേകിച്ചൊന്നുമില്ല. 2023 ഒന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല ഇത്ര നന്നായി പഠിക്കണം അല്ലെങ്കിൽ പാടണം അങ്ങനെ ഒരു പ്ലാനും ഇല്ല. ഇല്ല, വർക്കിംഗ്. അതിലൊരു പ്രോഗ്രസ് ഉണ്ടാക്കണമെന്നില്ല. ഇല്ല ഇല്ല എല്ലാ പ്രോഗ്രസീവ്ലി ആണ് പോകുന്നത്. അത് ഏറ്റവും നല്ല രീതിയിൽ 2023 പോയ ഒരാളെന്ന് തോന്നുന്നു ക്രിസ്റ്റീന. 2024 ഇതുപോലെ മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. അങ്ങനെ ക്രിസ്റ്റീന, ഈ ചെറായി എന്ന സ്ഥലത്ത് വെച്ച് വലിയ ആൾക്കൂട്ടമില്ലെങ്കിലും ഉള്ള ആളുകൾ വളരെ റിലാക്സായി സമാധാനത്തോടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വരുന്ന ഇടമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഞാൻ ചെറായിൽ ആദ്യമായിട്ടാണ്. ഞാൻ പ്രതീക്ഷിച്ചത്ര വൈബില്ലെങ്കിലും ഉള്ള ആളുകൾ അവരുടേതായ രീതിയിൽ കൃത്യമായ രീതിയിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. ചെറിയൊരു കുടുംബമുണ്ട്. മുങ്ങരുത്. എവിടുന്ന് വരുന്നത്? കുട്ടമശ്ശേരി, ആലുവ. ഈ 2024 ഒരു പ്ലെഡ്ജ് എടുക്കില്ല, നമ്മുടെ റെസൊല്യൂഷൻ, ഇന്നത് ചെയ്യണം, ഇന്നത് അവസാനിപ്പിക്കണം എന്നൊക്കെ. 2024 പ്രധാന പ്ലാൻ എന്താ? ഒരു ഫുൾ A+ പ്ലാൻ അല്ലേ? 2024 പരീക്ഷ. ആ മുഖം കൂടി നോട്ട് ചെയ്ത് നോക്കണം. 2024 ഫുൾ A+ വാങ്ങാൻ പോകുന്ന കുട്ടിയാണ് ആയിഷ. എന്താ പരിപാടി? ശരി ശരി, സുഹൈലാണ് ചെറായി ബീച്ചിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് പുതുവത്സരവുമായി ബന്ധപ്പെട്ട്. എന്തായാലും പുതുവത്സര ആഘോഷത്തിൽ പുതുവത്സര ആശംസകൾ നേരുകയാണ് നിരവധി പ്രേക്ഷകർ അവരുടെ കമന്റിലൂടെ. അവർ വർക്കല ക്ലിഫ് കാണിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ വരും, വർക്കല ക്ലിഫ് അടക്കം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഇപ്പോൾ വരും. നമ്മൾ ആ ഷോയിലേക്ക് തന്നെ പോവുകയാണ്. ആ ഷോയിലേക്ക് പോകും മുമ്പ് എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി 2024 ഫ്രം ടീം 24.